ഈ കാണുന്ന ചിത്രങ്ങൾ വളരെ വ്യക്തമായി പരിശോധിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഉമ്മ വെപ്പിക്കുന്നു. മന്ത്രിസ്ഥാനത്ത് നിന്നും മാറുമ്പോൾ CPM നേതാവ് രാധാകൃഷ്ണനെ പരസ്യമായി കെട്ടിപ്പിടിക്കുന്നു. CPMന്റെ ജില്ലാ സെക്രട്ടറിയായി മാറിപ്പോകുന്ന രാകേഷിനെ കർണനേക്കാളും വലിയ ആളായി പുകഴ്ത്തിപ്പാടുന്നു. ഇതൊന്നും ഭർത്താവായ ശബരിനാഥനോട് ചോദിക്കാതെ ദിവ്യ എസ് അയ്യർ ചെയ്തതാണ് എന്ന് തോന്നുന്നില്ല. ഒന്നിനു പിറകെ ഓരോന്നായി പുറത്തു വരുന്ന വിവാദങ്ങളെല്ലാം ഉണ്ടാക്കുന്ന ദിവ്യ എസ് അയ്യർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശബരിനാഥിനെ കോൺഗ്രസ് പാർട്ടി അടുപ്പിക്കരുത്. മറ്റൊരു പാർട്ടിയെ പുകഴ്ത്തുകയല്ല, സ്ഥിരമായി സ്വന്തം പാർട്ടിയെ അധിക്ഷേപിച്ച് ആളാകാൻ നോക്കുന്ന ഭാര്യയെ പോലും നിലക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ ശബരിനാഥൻ ഈ പാർട്ടിയിൽ നിന്നുകൊണ്ട് ഒന്നും നേടാൻ ശ്രമിക്കരുത്. പുറത്തു പോകണം. AK ആന്റണിയെല്ലാം ഇനി കോൺഗ്രസ് പാർട്ടിയെ നന്നാക്കാൻ ശ്രമിക്കരുത് എന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു കേരളത്തിൽ. കാരണം ഒരു ജീവിതം മുഴുവൻ പാർട്ടിയുടെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ആ കുടുംബത്തിൽ ഒരുത്തൻ BJPയിൽ പോയിട്ട് കോൺഗ്രസിനെ പുലഭ്യം പറയുമ്പോൾ ആ കുടുംബം തന്നെ ഒരക്ഷരം മിണ്ടുന്നില്ല. അത് ഒറ്റുകാരുടെ കുടുംബമായി മാറിക്കഴിഞ്ഞു. അതുപോലെയാകുകയാണ് ഇവിടെ ശബരിനാഥൻ. കാർത്തികേയൻ എന്ന കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവിൻ്റെ മകനെ അതേ സ്നേഹത്തോടെ തന്നെയാണ് കോൺഗ്രസ് പാർട്ടി ഏറ്റെടുത്തത്. ഒന്നും പ്രതീക്ഷിക്കാതെയാണ് രാഷ്ട്രീയത്തിൻ്റെ ABCD അറിയാതെ സമയത്ത് 32-ാം വയസ്സിൽ ഒരാളെ കോൺഗ്രസിൻ്റെ MLA ആക്കിയത്. എന്നാൽ 2 പ്രാവശ്യം ജയിക്കുമ്പോഴേക്കും കയ്യിലിരിപ്പ് മോശമായി. 3-ാം തവണ ഭംഗിയായി തോറ്റു. കല്യാണം കഴിച്ചതിന് പിന്നിൽ ദിവ്യ എസ് അയ്യർ എന്ന IASകാരിക്ക് വ്യക്തമായ അജണ്ടകൾ ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. കാരണം 32-ാമത്തെ ചെറിയ വയസ്സിൽ MLA ആയി വന്ന ഒരാൾ തുടർച്ചയായി ആ മണ്ഡലം പിടിക്കുമെന്നും 100% മന്ത്രിയാകുമെന്നും കരുതിയ മാത്രമല്ല, കാർത്തികേയൻ എന്ന വലിയ മനുഷ്യന്റെ പേരിൽ കിട്ടുന്ന പിന്തുണയുണ്ടാകുമെന്നും കരുതി തന്നെയാണ് ദിവ്യ എസ് അയ്യർ മുന്നോട്ട് നീങ്ങിയത് എന്ന് വ്യക്തമാകുന്നു. എന്നാൽ ശബരിനാഥിന്റെ കയ്യിലിരിപ്പ് കൊണ്ടോ അല്ല ദിവ്യയുടെ സാന്നിധ്യം കൊണ്ടോ എന്നറിയില്ല, 3-ാം തവണ ശബരിനാഥൻ നന്നായി തോറ്റു. അതോടെ ഇദ്ദേഹം തന്നെ പല ആളുകളോടും പറഞ്ഞിട്ടുണ്ട്, അരുവിക്കര എന്ന മണ്ഡലം ഇനി തനിക്ക് വേണ്ട എന്നുള്ള കാര്യം. CPMനോട് അവിടെ ജയിക്കില്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു ശബരിനാഥൻ. അതോടെയായിരിക്കണം പെണ്ണും പിള്ളയുടെ രീതി തന്നെ മാറിയത്. ആന്റണിയുടെ ഭാര്യയുടെയും മകൻ്റെയും ഒക്കെ രീതി മാറിയതുപോലെ. അതോടെ പിണറായി വിജയനെ ദൈവമായി പ്രതിഷ്ഠിച്ചു ദിവ്യ. സ്ഥാനമൊഴിഞ്ഞു പോകുന്ന CPM നേതാക്കളെയെല്ലാം കെട്ടിപ്പിടിക്കുന്നു, പുകഴ്ത്തിപ്പാടുന്നു, സാഷ്ടാംഗം വീഴുന്നു. എന്നാൽ ആദ്യത്തെ ഒരു ജൽപ്പനം കാണുമ്പോൾ തന്നെ ഭർത്താവെന്ന് വിളിക്കുന്ന കോൺഗ്രസ് നേതാവ് ശബരിനാഥന് പറഞ്ഞുകൂടെ, താൻ ഒരു IAS ഉദ്യോഗസ്ഥയാണ്, നിന്നെപ്പോലെ 141 IASകാർ ഇവിടെ വേറെയുമുണ്ട്, അവരൊന്നും കാണിക്കാത്ത കോമാളിത്തരം താൻ കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അതുമാത്രമല്ല, താൻ ചെയ്യുന്ന ഗോഷ്ഠിത്തരങ്ങൾ എൻ്റെ പ്രസ്ഥാനത്തെ കരിവാരിത്തേക്കുന്നതാണ് എന്നുള്ള സത്യം ശബരിനാഥൻ പറയണമായിരുന്നു. അപ്പോൾ AK ആന്റണിയെപ്പോലെ ശബരിനാഥനും മൗനം സമ്മതമാണ് അവിടെ നൽകിയത്. അതിൽ നിന്നും ഒരു കാര്യം വളരെ വ്യക്തമാണ്, ഭാര്യയുടെ ഈ കോൺഗ്രസ് അവഹേളനത്തിന് കൂട്ടുനിന്ന ശബരിനാഥന് ഒരു സീറ്റ് ഒപ്പിച്ചിട്ടായിരിക്കും ചിലപ്പോൾ ഇനി ദിവ്യ എസ് അയ്യർ വരാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ മുൻപും പിൻപും നോക്കാതെ CPMന്റെ ആ സീറ്റ് എടുത്തണിയാനുള്ള പക്വതയൊക്കെ മാത്രമേ ഈ ശബരിനാഥൻ ഇവിടെ ഉള്ളൂ. സിറ്റിംഗ് MLAമാർ മാറുന്ന നെയ്യാറ്റിൻകരയോ കഴക്കൂട്ടമോ നൽകാനും സാധ്യതയുണ്ട് CPM ഒരുപക്ഷെ. പല അഴിമതി കേസുകളിലും മകളുടെ മാസപ്പടി കേസുമൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ കോപ്രായം കാണിച്ച് CPMനെ രക്ഷിക്കുന്ന ദിവ്യ എസ് അയ്യരുടെ ഭർത്താവിന് സീറ്റ് നൽകിയില്ലെങ്കിൽ പിണറായി വിജയൻ പിന്നെ ആർക്കാണ് ഇവിടെ സീറ്റ് നൽകുക? ഏതായാലും കോൺഗ്രസ് നേതൃത്വം ഒരു കാര്യം മനസ്സിലാക്കുക, കരുതിയിരിക്കുക. AK ആന്റണിയുടെ മകനാണ്. ഈ ലോകം പ്രളയത്തിൽ നശിച്ചാൽ പോലും ആന്റണിയോ ആന്റണിയുടെ കുടുംബത്തിൽ നിന്നൊരാളോ കോൺഗ്രസ് വിട്ടുപോകില്ല എന്ന് കരുതിയവരാണ് KPCC നേതൃത്വം. അതുകൊണ്ട് ഒരു വസ്തു അറിയാഞ്ഞിട്ട് പോലും സോഷ്യൽ മീഡിയയുടെ താക്കോൽ സ്ഥാനം ആന്റണിയുടെ മകനെ ഏൽപ്പിച്ചു. അവസാനം ആ പദവിയുടെ വലിപ്പം വെച്ച് തന്നെ BJPയിൽ ചേർന്ന് അവിടെ പോയി കോൺഗ്രസിനെ പുലഭ്യം പറയലാണ് ഇപ്പോഴത്തെ ജോലി. AK ആന്റണി ആകട്ടെ കോൺഗ്രസ് നൽകിയ പദവിയുടെ പെൻഷനിൽ നിന്നും ചോറ് വെച്ച് കൊടുക്കുകയാണ് ആ കള്ളത്തരം കാട്ടിയവന്. അതുകൊണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ശബരിനാഥനും പാർട്ടി വിട്ടുപോകും. അത് തെരഞ്ഞെടുപ്പ് സമയത്താണെങ്കിൽ കോൺഗ്രസിന് വലിയ ക്ഷീണം ചെയ്യും.
പാർട്ടിയെ കൊണ്ട് എല്ലാം നേടിയ കരുണാകരൻ്റെ മകളും ആന്റണിയുടെ മകനും ചെയ്തതാണ് ഇക്കാര്യം. കാർത്തികേയൻ്റെ മകന് അതിൽ പുതുമയൊന്നും കാണാനില്ല. വഞ്ചിക്കപ്പെടാം പാർട്ടി.